എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നും എന്നത്തെയും പോലെ തന്നെ നല്ലൊരു അടിപൊളി ബ്യൂട്ടി ടിപ്സാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരുടെ ഒരു പ്രശ്നമാണല്ലോ മുടി നരയ്ക്കുക, മുടി പൊഴിയുക, താരൻ്റെ ശല്യം എല്ലാം അല്ലേ. അപ്പം ഇതെല്ലാവർക്കും ഒരു പ്രശ്നം തന്നെയാണ്. അതുപോലെ തന്നെ കുഞ്ഞുമക്കൾക്കൊക്കെ ആണെങ്കിൽ PCODയുടെ പ്രശ്നങ്ങൾ കൊണ്ട് ഈ മുടി കൊഴിച്ചിലും മുടി നരയ്ക്കലും ഒക്കെ ഉണ്ടാവാറുണ്ട്. അത് ഹോർമോണിൻ്റെ ചേഞ്ചസ് കൊണ്ടാണ്. അതുപോലെ തന്നെ പ്രായമാകുമ്പോഴത്തേനും പീരീഡ്സ് നിൽക്കുന്ന ഒരു സമയം അടുക്കാറാകുമ്പോഴും പീരീഡ്സ് ക്രമം തെറ്റി, അതായത് പീരീഡ്സ് മാറി മാറി വരിക, മാസത്തിൽ 1-2 ആവുക, അങ്ങനെയുള്ള ഹോർമോൺ ചേഞ്ചസ് കൊണ്ടും ഒക്കെ നമുക്ക് മുടി നരയ്ക്കുകയും മുടി കൊഴിച്ചിലും ഒക്കെ ഉണ്ടാവാറുണ്ട്. മുടി നരയ്ക്കുന്നതിന് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്തും തൊടിയിലുമുണ്ട്. അതാരും കാണുന്നില്ല. നമ്മളതൊക്കെ ചെയ്ത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം ഇത് നമുക്ക് പിള്ളേർക്കും പ്രായമായവർക്കും ഒക്കെ തേക്കാവുന്നതാണ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ തേക്കാവുന്ന ഒരു സൊല്യൂഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക, അതുപോലെ തന്നെ ചെയ്തു കൊടുക്കുക. ഇത് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ ഹെയർ ഓയിൽ ആവശ്യമുള്ളവർ വാട്സപ്പിൽ വന്ന് പറയാം. അതുപോലെ നമ്മുടെ മുടി നരയ്ക്കാതിരിക്കാനായിട്ടും വെളുത്ത മുടി വരാതിരിക്കാനായിട്ടും അകാല നര തടയാനായിട്ടും ഒക്കെ ഉള്ളൊരു ഹെയർ ഓയിലാണ്. നേരത്തെ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം അത് ഡാൻഡ്രഫിനും അതുപോലെ തന്നെ ഹെയർ ഫോൾസ്, സ്പ്ലിറ്റ് ആൻഡ് ഹെയർ, ഇതൊക്കെ മാറാനായിട്ട് ഒത്തിരി നല്ലതാണ്. എൻ്റെ മുടിയെ ഞാൻ സംരക്ഷിച്ച് നിർത്തുന്ന എൻ്റെ ഓയിൽ കൊണ്ടാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ വരാവുന്നതാണ്. പണ്ടുള്ള ആൾക്കാർ പറയുന്നുണ്ട് നമ്മുടെ അസുഖം ഭേദമാക്കാവുന്ന പലതരം പച്ചമരുന്നുകളും കാര്യങ്ങളും എല്ലാം നമ്മുടെ വീട്ടുമുറ്റത്തുണ്ട്. നമ്മുടെ വീട്ടുമുറ്റത്തിൻ്റെ പരിസരങ്ങളിലുണ്ട്. അതാരും കാണുന്നില്ല. അത് അതിൻ്റേതായ രീതിയിൽ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ നമ്മുടെ അസുഖത്തിനുള്ള എല്ലാ മരുന്നുകളും അവിടെ തന്നെ ഉണ്ട്. പക്ഷേ നമുക്കറിയത്തില്ല ഏതാണ്. പക്ഷേ അത് കണ്ടുപിടിച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അസുഖങ്ങളൊക്കെ നമുക്ക് അതിന് ചേരുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോയാൽ അതിന് നമുക്ക് അസുഖങ്ങൾ മാറി കിട്ടുന്നതായിരിക്കും. ഇത് നമ്മൾ അറിയാതെ പോകുന്ന കാര്യങ്ങളാണ് അല്ലേ. അതേപോലെ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനായിട്ടും നമുക്ക് ആഴ്ചയിൽ 2 വട്ടം മാത്രം ചെയ്തു പോയാൽ മതി. കുഞ്ഞു മക്കൾ തൊട്ട് പ്രായമായവർ തൊട്ട് വലിയ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത്. ഇതിൻ്റെ ഒരു രീതിയുണ്ട്. ആ രീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് അതുപോലെ ചെയ്ത് നോക്കി നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് എങ്ങനെയാണ് ആ ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് നോക്കാം. വാ. മുടി വളരാനായിട്ടും മുടി കറക്കാനായിട്ടും ഒക്കെ ഉള്ള എണ്ണ തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് മുരിങ്ങയിലയാണ്. നമുക്കൊരു കട്ടിയുള്ള ചീനച്ചട്ടി അടുപ്പിലേക്ക് വെക്കുക. അതിനകത്തേക്ക് നമ്മൾ എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ 2 ടേബിൾ സ്പൂൺ ഉലുവ ഒന്ന് ചൂടാക്കി എടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ചൂടായിരിക്കുന്ന ചീനച്ചട്ടിയാണ്. അതുകൊണ്ട് തീ കുറച്ചിട്ടിട്ട് ചൂടാക്കി എടുക്കുക. ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു മുരിങ്ങയില 1 കൈപിടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ കറിവേപ്പില 1 കൈപിടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, കറിവേപ്പിലയും മുരിങ്ങയിലയും നന്നായിട്ട് കഴുകി വെള്ളം വാലാൻ വെച്ചിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ചേർക്കാവുള്ളൂ. ഈ ഒരു ഉലുവയുടെ കൂടെ തന്നെ ഇത് മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞു പോകരുത്. ഉലുവ ഒട്ടും കരിയാതെ തന്നെ അതേപടി നമുക്ക് ഈ ഇല ഇടുമ്പോൾ അതേപടി തന്നെ കിടക്കും, കരിയത്തില്ല. അതുകൊണ്ടാണ് ഉലുവ പൊട്ടുന്ന ഒരു സമയത്ത് ഇടാൻ പറഞ്ഞത്. നമ്മുടെ ഈ കറിവേപ്പിലയും മുരിങ്ങയിലയും പെട്ടെന്ന് ചൂടായി കിട്ടും. അതുകൊണ്ടാണ് നമുക്കത് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. എന്നാലേ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കുക. പച്ച നിറം നഷ്ടപ്പെടാതെ തന്നെ നമ്മളിത് നല്ല ചൂടാക്കി ഫ്രൈ ആക്കണ്ട. അതിന് തൊട്ട് മുമ്പുള്ള ഒരു രീതിയിൽ പച്ച നിറം മാറാതെ തന്നെയാണ് ഇത് നമുക്ക് എടുക്കേണ്ടത്. അതെല്ലാവരും ശ്രദ്ധിക്കുക. അതിൻ്റെ അടുത്തുനിന്ന് മാറാതെ കൈ തൊടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ കൂട്ടത്തേക്ക് നമ്മളൊരു പകുതി മൂപ്പാകുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യണം, 1 ടേബിൾ സ്പൂണ് നമ്മുടെ നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. നെല്ലിക്കാപ്പൊടി മുരിങ്ങയിലയും കറിവേപ്പിലയും ഒക്കെ മുടിക്ക് ഒത്തിരി നല്ലതാണ്. മുടി വളർച്ചയ്ക്കും താരൻ മാറാനായിട്ടും മുടിയുടെ എല്ലാ പ്രശ്നത്തിനും നല്ലതാണ്. അപ്പോൾ ഇത് നമ്മൾ മിക്സിയിൽ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ഫൈൻ പൗഡറായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഒത്തിരി പൊടിയായിട്ടില്ലെങ്കിലും നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് ആ കട്ടിയുള്ള ചീനച്ചട്ടി വെച്ചിട്ട് ഒരു 100 മില്ലി വെളിച്ചെണ്ണയ്ക്കുള്ളതാണ് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൂടുതൽ തയ്യാറാക്കാം. അതിനനുസരിച്ച് ഇലയുടെ ക്വാണ്ടിറ്റിയും ചെയ്യുന്നതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റിയും കൂട്ടി എടുക്കണം. അപ്പോൾ 100 മില്ലി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് എന്ത് ചെയ്യണം, ഈ പൊടിച്ച് വെച്ച സാധനം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലായിരിക്കണം വെച്ചേക്കേണ്ടത്. തീ കൂട്ടി വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുണവും നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ തീ കൂട്ടി ലോ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് തിളച്ചിരിക്കുകയാണ് എണ്ണ. അപ്പോൾ ഇത് ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കത് ഇതുപോലെ കുറച്ച്
നേരം കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതുപോലെ കറുത്ത ഒരു എണ്ണ നമുക്ക് കിട്ടും. നന്നായിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് ഇളക്കണം. തീ കുറച്ച് വെച്ചിട്ട് ഓൾറെഡി നമ്മുടെ ഇലകളെല്ലാം ഫ്രൈ ആയിട്ടിരിക്കുവാണല്ലോ, പച്ചനിറം മാറാതെ തന്നെ ഫ്രൈ ആക്കി എടുക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി സമയമായിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. അതിൽ നന്നായിട്ടൊന്ന് ഇളക്കി അവിടെ നിന്ന് ഒരിക്കലും മാറരുത്. മാറിക്കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ നമുക്ക് ഇളക്കി നമ്മുടെ എണ്ണയുടെ ഒരു കറക്റ്റ് പരുവത് നമുക്ക് നല്ല കറുപ്പ് നിറം വരും നമ്മുടെ എണ്ണയ്ക്ക്. അപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു പൊടികളെല്ലാം അങ്ങ് അടിയും. അതിനുശേഷം നമ്മൾ ഒന്ന് ചെറു ചൂടോടെ കൂടി ഒന്ന് അരിച്ചെടുക്കുക. ഒത്തിരി ചൂടല്ല, ചെറു ചൂടോടെ ഒന്ന് അരിച്ചെടുക്കുക. നല്ല കറുപ്പും പച്ചയോടെ ഒന്ന് കരിമ്പച്ച കളറാണ് എണ്ണയ്ക്ക് നമ്മുടെ. ഇത് നന്നായിട്ട് അതിൻ്റെ കക്കനെല്ലാം ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് ഈ ഒരു കക്കൻ നമുക്ക് ഈ ഒരു ബാക്കി വരുന്ന ആ ഒരു വേസ്റ്റ് പോലല്ല, ഇത് വേസ്റ്റ് അല്ല, നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിക്കാം. താരനൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതിൻ്റെ ഒരു തൈരും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് തേക്കുവാണെങ്കിൽ നമുക്ക് നല്ലതാണ്. തണുപ്പും കാര്യങ്ങളും അലർജിയൊക്കെ ഉള്ളവർ അത് കുറച്ച് നേരത്തെ തന്നെ തേക്കുക, അധികം സമയം വെക്കണ്ട. അപ്പോൾ ഇത് ഇതുപോലെ കറുത്ത എണ്ണ നമുക്ക് കിട്ടും. ഇതിനകത്തേക്ക് നമ്മൾ ചെറു ചൂടോടുകൂടി തന്നെ നമുക്ക് 2 കർപ്പൂരത്തിൻ്റെ ക്യാപ്സൂളൂടെ പൊടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കർപ്പൂരം നമ്മുടെ തലമുടിക്ക്, നമ്മുടെ സ്കാൾപ്പിലെ ഡാൻഡ്രഫ് മാറ്റാനായിട്ടും ഫംഗൽ ഡിസീസൊക്കെ മാറ്റാനായിട്ടും ഒത്തിരി നല്ലതാണ്. ഫംഗൽ ആണല്ലോ നമ്മുടെ ഡാൻഡ്രഫ്. അപ്പോൾ അതൊക്കെ മാറാനായിട്ട് ഒത്തിരി നല്ലതാണ്. കൂടിപ്പോകരുത്. 2 ചെറിയ ക്യാപ്സൂൾ മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ ഈ ഒരു 100 മില്ലി എണ്ണയ്ക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിതൊരു കുപ്പിയിൽ സൂക്ഷിച്ച് വെക്കാം. ആവശ്യാനുസരണം തലയിൽ തേക്കാം. തലയിൽ എങ്ങനെയാണ് തേച്ച് തരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതുപോലെ നമ്മുടെ മുടിയിലെ ഉടക്കെല്ലാം നന്നായിട്ട് കളയുക. എന്നിട്ട് നിങ്ങൾക്ക് കോട്ടൺ വെച്ച്, ഞാൻ കൈ വെച്ച് എളുപ്പമാണ് തേക്കാനായിട്ട്. ഒന്നെങ്കിൽ ഏറ്റവും നല്ലത് കോട്ടൺ വെച്ച് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് കൈ വെച്ചാണ് തേച്ച് പിടിക്കുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ ഒരു മുടിയുടെ ആരോഗ്യവും ഒക്കെ വളർച്ചയ്ക്കും കാരണമായ ഒരു എണ്ണയാണ്. അധികം നര വരാതിരിക്കാനായിട്ടുമുള്ള എണ്ണയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു എണ്ണയുടെ കൂട്ട് കാണിച്ചിരുന്നു. ആ ഒരെണ്ണ ഒത്തിരി നല്ലതാണ്. നമുക്കത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ നര മാറി കിട്ടാനായിട്ടും നല്ലവണ്ണം കറക്കാനായിട്ടും താരം മാറാനായിട്ടും എല്ലാം ഒരു എണ്ണയാണ്. അപ്പോൾ ആവശ്യക്കാർ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്കാൾപ്പിലെല്ലാം തേച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കോമ്പ് ചെയ്യുക. ഇത് കുഞ്ഞു മക്കൾക്കൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് കെട്ടി വെക്കുക. അതിനുശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയുക. നല്ല രീതിയിൽ മുടി കറുത്ത് കിടക്കും. അതുപോലെ തന്നെ നല്ല റിസൾട്ടുമാണ്. ഇത് നമുക്ക് ആഴ്ചയിൽ 2 വട്ടം ചെയ്തു പോകാവുന്ന ഒരു എണ്ണയാണ്. അപ്പം നല്ല റിസൾട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്തു നോക്കാൻ മറക്കല്ലേ. മുടിയുടെ ആരോഗ്യത്തിന് നമുക്ക് മുടിയിൽ ഇതുപോലെ ആഴ്ചയിൽ ഒരിക്കലും 2 ദിവസം കൂടുമ്പോഴൊക്കെ നമ്മൾ ഏതെണ്ണ യൂസ് ചെയ്ത് പോയാലും അതിനിടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ ഹോം റെമഡി ചെയ്ത് പോകുന്നത് നല്ലതാണ്. ഇതെല്ലാം നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് മുടി കുറഞ്ഞവർക്കൊക്കെ തേച്ച് കൊടുത്തു തുടങ്ങിയാൽ നന്നായിട്ട് മുടി വളർച്ച നല്ല കരുത്തോടെ മുടി വളരാൻ സഹായിക്കുന്ന ഒരു ഹെയർ ഓയിൽ കൂടിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആ മുരിങ്ങയിലയും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇതിനൊക്കെ ഉപയോഗപ്പെടുത്തുക. തലയിൽ തേക്കാനായിട്ടും അതുപോലെ തന്നെ ഉള്ളിലോട്ട് കഴിക്കാനായിട്ടും മുരിങ്ങയില തോരൻ, പിന്നെ മുരിങ്ങയില കറി, ഇതൊക്കെ ഉൾപ്പെടുത്തി നമുക്ക് കഴിക്കുക. ധാരാളം ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അടിപൊളി ഒരു സാധനമാണ് മുരിങ്ങയില. അപ്പോൾ അതൊക്കെ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു ഓയിൽ പ്രിപ്പയർ ചെയ്യുന്ന രീതി കണ്ടല്ലോ, അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. കരിഞ്ഞു പോകരുത്. അതുപോലെ തന്നെ കറക്റ്റ് രീതിയിലായിരിക്കണം ചെയ്യുന്നത്. ഏതൊരെണ്ണയും ചെയ്യുമ്പോൾ ഒരുപാട് മൂത്ത് പോവുക, കരിഞ്ഞു പോവുക ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനൊരു റിസൾട്ടും കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതിയിൽ മാത്രമേ അത് ചെയ്തു പോകാവുള്ളൂ. ഒരുപാട് ഇതുപോലെ ഇലയൊക്കെ ഇട്ടിട്ട് കരിഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ടും കിട്ടത്തില്ല. അത് എപ്പോഴും എല്ലാവരും ഓർക്കണം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്തു നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.